നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പ്രതിയായിട്ടുള്ള വാസുവിനെ വിലങ്ങ് വെച്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ. ഈ സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഈ ഇടപെടൽ എന്തിനു വേണ്ടിയിട്ടാണെന്നായിരുന്നു പലരുടെയും ചോദ്യം. നമ്മുടെ ശബരിമല അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റി കൊണ്ടുപോയ വാസുവിന്റെ കയ്യിൽ വിലങ്ങല്ലാതെ പിന്നെ എന്താണ് വെക്കേണ്ട സാറേ എന്നാണ് പലരും ഈ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നത്. വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചാൽ എന്തേ, വല്ല കുറ്റവുമുണ്ടോ, വാസു ഒരു പ്രതിയല്ലേ എന്നടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും SIT വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പഴുതുമില്ലാതെ വാസു പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെക്കുമ്പോൾ ആർക്കാണ് ഇത്ര പൊള്ളുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇനി മുഖ്യമന്ത്രി ഭയന്നിട്ടാണോ എന്ന് മറുവശവുമുണ്ട്. ഒരു ജയിൽ പുള്ളിയെ പോലെ, ഒരു കൊള്ളക്കാലിനെ പോലെ, പീഡിപ്പിച്ച അല്ലെങ്കിൽ പീഡകനെ പോലെയൊക്കെ തന്നെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വാസുവിനെ ഒരു പ്രതിയെ പോലെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരുടെ പ്രാർത്ഥന തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമായിരിക്കും. കാരണം വാസുവിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വാസുവിന്റെ പ്രസ്റ്റീജ് ഷൂസിനെ ആകപ്പാടെ അത് മറികടക്കുകയല്ലേ. അപ്പോൾ ആ ഷൂസ് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ എറിഞ്ഞു വീഴ്ത്തുകയാണെങ്കിലോ എന്ന് ഭയന്നിട്ടാകണം പോലീസിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട്, ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു പക്ഷേ പോലീസ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. AR ക്യാമ്പ് കമാൻഡിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം. തെറ്റായ നടപടി എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതിനിടെ N വാസു, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുക. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ ഉന്നതരുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിദേശ യാത്രകളെക്കുറിച്ചും SIT പരിശോധിക്കുന്നുണ്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും ബോർഡ് യോഗത്തിൽ വരാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയ ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഉത്തരവിറക്കാനുണ്ടായ സാഹചര്യം പ്രസിഡന്റ് K ജയകുമാർ യോഗത്തിൽ വിശദീകരിക്കും. ശബരിമലയിലെ തിരക്ക് ഒഴിവാക്കാനുള്ള സന്നാഹങ്ങളും ചർച്ചയാവും. രാവിലെ 11:30 ദേവസ്വം ആസ്ഥാനത്ത് യോഗം ആരംഭിച്ചത്. യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ കസ്റ്റഡി കാലാവധി 14 ദിവസം കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയിലൂടെയാണ് നടപടി. വിലങ്ങില്ലാതെയാണ് വാസുവിനെ കോടതിയിലെത്തിച്ചത്. വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാസുവിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതിനിടെ വാസു ഇന്ന് സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസ് നടക്കുന്ന സമയത്ത് ചുമതലയിൽ താനും ഉണ്ടായിരുന്നില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ വാസു പറയുന്നത്. കൂടാതെ SIT പിടിച്ചെടുത്ത രേഖകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാർ മൊഴി നൽകി. ഇതിന് പിന്നാലെയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും 2 വട്ടം ദേവസ്വം കമ്മീഷണറുമായിരുന്നു N വാസു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള കട്ടിള സ്വർണം പൊതിഞ്ഞതാണ് എന്ന് 2019 ഫെബ്രുവരി 16 എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിന് നൽകിയ കത്തിൽ ഉണ്ടായിരുന്നു. ഇത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് വാസുവിന് കുരുക്കായത്. സ്വർണം പൊതിഞ്ഞ കട്ടിള ചെമ്പെന്ന പേരിൽ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചതിലെ ഗൂഢാലോചനയിൽ നിർണായക പങ്കാണ് വാസുവിനുള്ളതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കരുത് എന്ന് SIT SP S ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെന്ന് ആരോപണമുണ്ട്. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് N വാസുവിനെ വിലങ്ങണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ
ADGP H വെങ്കടേഷിനെ അതൃപ്തി അറിയിച്ചു. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. CPM നേതൃത്വം എതിർപ്പ് അറിയിച്ചിരുന്നു. ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവിലങ്ങ് വെക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നത്. വാസു നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ്, ജാമ്യമില്ലാ കുറ്റം. അതുകൊണ്ട് വിലങ്ങ് അണിയിച്ചത് തെറ്റില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് കൈവിലങ്ങ് അണിയിക്കൽ എന്നാണ് വിലയിരുത്തൽ. പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കൈയിൽ വിലങ്ങുണ്ടായിരുന്നു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 43-3 ആർക്കൊക്കെയാണ് വിലങ്ങ് അണിയിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് വിരുദ്ധമായി നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായത്. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരെ, തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവരെയൊക്കെയാണ് വിലങ്ങണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് CPM-നെതിരെ നിലപാടെടുത്ത ഷെർഷാദിനെ കൊണ്ടുപോയതും വിലങ്ങിലായിരുന്നു. ഇതും വിവാദമായിരുന്നു. എന്നാൽ പോലീസുകാർക്കെതിരെ നടപടി വന്നിരുന്നില്ല. വാസുവിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല നടപടിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.